എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 148 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോൻ വരുന്ന മാസ്റ്റർ അവനെ കണ്ടിട്ട് നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിമിനെ പറ്റിയാണ്. അത് കിട്ട് ആ മാപ്പിന്റെ ലാസ്റ്റ് പാർട്ട് കിട്ടിയോ എന്നാൽ അതത്ര എളുപ്പമല്ല, എങ്കിലും അത് സ്പെഷ്യൽ ട്രേഡ് ഫെയർ അങ്ങനെ എന്തോ ഇല്ല അപ്പിയർ ആകാൻ പോകുന്നു എന്ന് കേട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡൗക്കി കോണ്ടിനെന്റിൽ തന്നെ ടോപ്പ് ടയർ ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന ഒന്നാണ്. മേ ബി വല്ല ഓഡിഷൻ പോലെ വല്ല ആകണം. അതൊക്കെ ഇപ്പോൾ ഒക്കെ കാണാം. അത് എവിടെയാണ് എന്നാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി പകുതി വർഷം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നീ വന്ന ടൈം കൊള്ളാം എന്ന് അവനൊരു ഇൻവിറ്റേഷൻ ടോക്കൺ അത് കൊടുക്കുകയാണ്. അത് ഗൂക്ലാൻ അവരുടേതാണ്. അവിടെ ഏതോ സെറമണിക്ക് വേണ്ടി മാസ്റ്ററിനെ അല്ലെങ്കിൽ ആ ഫാളിംഗ് സ്റ്റാർ പൗലിനെ ഇൻവൈറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അവന് ഇത് ടോപ്പ് ടയറിലൊന്ന ഏൻഷ്യന്റ് ക്ലാനാണോ അത് ഹുൻ ക്ലാൻ അവര് തേടുന്നുണ്ട്. അതുപോലെ ഈ പൗലിയൻ ഗാർഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻ പോകാൻ എന്ന് പറയുന്നത് ആ മിഷൻ ഞാൻ കംപ്ലീറ്റ് ആകും. അവിടെയാണ് ഈ യൂണർ ഉള്ളത്. അതോടൊപ്പം അവളോ ആയിട്ടുള്ള മെമ്മറി അതെല്ലാം ആലോചിക്കുകയാണ്. നിനക്ക് തന്ന പ്രോമിസ് അത് ഞാൻ ചെയ്യാൻ പോകുന്നു. അവളോട് സ്ട്രോങ് ആയിട്ട് 1000 ലെവലായിട്ട് അവളെ കാണാൻ വരും എന്ന് പറഞ്ഞായിരുന്നല്ലോ എടാ ചെറുക്ക. അപ്പോഴാണ് ഫെങ് 8 ക്ലാൻ വരുന്നത് ഒരുമിച്ചാണ്. ഒരുമിച്ച് 8 ക്ലാൻ വരുന്നത് വളരെ റയറാണ്. ഷിയോ ക്ലാൻ ഇപ്പോൾ ഇല്ലെങ്കിലും നിന്റെ സ്ട്രെങ്ത് റെപ്യൂട്ടേഷനും വെച്ച് ആ ക്ലാനായിട്ട് നിനക്ക് പോകാം. അപ്പോഴാണ് 8 ഏൻഷ്യന്റ് ക്ലാൻ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഹുൻ ക്ലാൻ, ഗൂ ക്ലാൻ, യാവ് ക്ലാൻ അല്ലെങ്കിൽ മെഡിസിൻ ക്ലാൻ, യാൻ ക്ലാൻ അല്ലെങ്കിൽ ഫയർ, ഷീ ക്ലാൻ അല്ലെങ്കിൽ സ്റ്റോൺ, ലിൻ ക്ലാൻ അല്ലെങ്കിൽ സ്പിരിറ്റ്, ലേക്ക് ക്ലാൻ അല്ലെങ്കിൽ തണ്ടർ, പിന്നെ ഷിയോ ക്ലാൻ. ഇതാണ് 8 ക്ലാൻ. ഈ ക്ലാനിലുള്ള എല്ലാവരും ഡൗഡിയിലേക്ക് എത്താൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഡൗഡി ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ചിലർ ഇവിടെ വരെ സർവൈവ് ചെയ്തു. എന്നാൽ ചിലർക്ക് ചില സെക്റ്റിന് അത് കഴിഞ്ഞില്ല. ക്ലാനിന്. എന്നാൽ ഷിയോ ക്ലാനിൽ ഡൗഡി ബ്ലഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് ഷൗഷുവാൻ ഉപയോഗിച്ചു. അതോടെ അവരുടെ ഡൗഡി ബ്ലഡ് ലൈൻ പൂർണ്ണമായിട്ട് ഇല്ലാതായി. അതോടെ ഷോ ക്ലാനും ഇല്ലാതാകുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഉപയോഗിച്ചു വന്നതിന് റീസൺ ഷിയോന്റെ സ്റ്റോറിയിൽ പറയുമ്പോൾ മനസ്സിലാക്കാം. ഷിയോൻ കേട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതില്ല. എങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കൂളായിട്ട് ഇനി എന്ത് തന്നെയായാലും ഇനി എന്താണ് എന്നാണ്, അല്ലാതെ ഇനി കഴിഞ്ഞത് എന്തല്ല എന്നല്ല. ഡൗഡി ബ്ലഡ് ലൈൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പാടാണെങ്കിലും ഒരുപാട് നടക്കാതെ പോയ കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ജേണിയിൽ അതിനേക്കാൾ കൂടുതലായി ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു. ഒരുപാട് പേരെ മീറ്റ് ചെയ്തു. എന്നെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. എനിക്ക് വേണ്ടി പോരാടി. ഡൗഡി ബ്ലഡ് ലൈൻ ഇല്ലാതെങ്കിലും ഷിയോ ക്ലാനെ എന്നെ തിരികെ കൊണ്ടുവരും. ആ പഴയ ഗ്ലോറി ഉയർത്തും എന്ന് പറയുകയാണ്. ഈ ഡൗഡി ബ്ലഡ് ലൈൻ എന്ന ആ ബ്ലഡ് ലൈനിൽ ഉണ്ടായിരുന്ന ഒരാൾ ഗോഡായിട്ടുണ്ട്. അതിനുശേഷമുള്ളവരെ ഡൗഡി ബ്ലഡ് ലൈൻ ഉള്ളവരെന്നാണ് പറയുന്നത്. അതിൻ്റെതായ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. മെയിനായിട്ട് ട്രെയിനിങ്, പുതിയ സ്കില്ലുകൾ. അങ്ങനെ അവൻ്റെ മാസ്റ്റർ അവനെ സപ്പോർട്ടായിട്ട് ഹ്യൂമൻ സ്റ്റോപ്പ് ചെയ്യും. ചിലർ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. നീ ഈ ലോകം എങ്ങനെ ആയിക്കോട്ടെ, നീ അത് ഒരു പാത്തുണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണം. അവളാണ് ഫെങ്. നിന്റെ മാസ്റ്ററും ഡിസിപ്പിളും കൊള്ളാം. യാവച്ചൻ്റെ ഒരു ഏൻഷ്യന്റ് ക്ലാനെ ഉണ്ടായിരുന്നു. അവൻ ഏതെന്ന് ചോദിക്കുമ്പോൾ യാവോ ക്ലാൻ അല്ലെങ്കിൽ മെഡിസിൻ ക്ലാൻ എന്നത് ഡിസ്ട്രോയ് ചെയ്യും. അത് കേട്ട് ഷോക്കായി പോയി. അതിൻ്റെ സ്റ്റോറി പിന്നെ പറയാം. പിന്നെ ഇഷ്യാന് ഏൻഷ്യന്റ് ടോംബിലേക്ക് അയച്ചു. അവൾക്ക് കഴ്സഡായ ടോക്സിക് ബോഡി അത് പൂർണ്ണമായിട്ട് കൺട്രോളിലാക്കി അവൾ തിരികെ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഏൻഷ്യന്റ് ക്ലാനിലേക്ക് ഏൻഷ്യന്റ് വേൾഡിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അതിനുശേഷം ഷിയോന് ഒരു സോൾ ടെക്നിക്ക് അത് ട്രെയിൻ ചെയ്യണം. ഇത് വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു ഔറ അത് ഈശയാണെന്ന് അവൻ്റെ മനസ്സിലായിട്ട് പോകുന്നു. അവളെ കണ്ടിട്ട് അതിശയിച്ചു പോവുകയാണ്. കാരണം ടോട്ടലി ഡിഫറെൻ്റ് ആയി. ആ വൈറ്റ് ഹെയർ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഇപ്പോൾ വയലറ്റ് നിറത്തിലേക്ക് മാറി. അവൻ്റെ അടുത്തേക്ക് വന്ന് എന്താ മനസ്സിലായില്ലേ. അവനതിന് ആദ്യമായിട്ട് കണ്ട മെർസനറീസ് ഗ്രൂപ്പിൽ ഒരു പെങ്കിച്ചിന് പോയിസൺ ക്യൂർ ചെയ്തപ്പോൾ അവളുടെ പേര് പറഞ്ഞിരുന്നു ഷൗഷിയൻ അല്ലെങ്കിൽ ലിറ്റി ഫെയറി. അതടിച്ചിരിച്ചിട്ട് അവൾ ട്രെയിനിങ് ചെയ്തപ്പോൾ ഇപ്പോൾ പോയിസൺ കൂടി അവൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ട് 1000 ലെവൽ 7 ആയി. അതിട്ടിട്ട് കൊള്ളാം, എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ജീനിയസിന്, ഇനി നമുക്ക് ഉടനെ പോകാം എന്ന് പറയുകയാണ്. അവൾ ഓക്കെ. അതിനുശേഷം യൂണർ അവിടെ ട്രെയിനിങ് ബ്ലാക്ക് ഹോസ്റ്റ് വന്നിട്ട് ഷിയോൻ വെസ്റ്റ് റീജിയനിലേക്ക് എത്താറായി. ഉടനെ ഏൻഷ്യന്റ് ബിൽഡിലേക്ക് വരും. അത് കേട്ട് അവൾക്ക് ഹാപ്പി ആയിട്ട് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. അത് ചോദിക്കുകയാണ്. ഷിയോയെ സെൻട്രൽ പ്ലെയിനിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അവൻ വന്ന് മാറിയത് സെൻട്രൽ പ്ലെയിൻ തന്നെ മാറ്റിയത് വളരെ വലുതാണ്. ഷിയോയിൽ അല്ലെങ്കിൽ സൂപ്പറാ എന്ന് അവളും. ബ്ലാക്ക് ഹോസ്റ്റ് മനസ്സിൽ ഷിയോൻ നീ എന്ത് പേഴ്സണാണ് ഈ മിസ്സിന് കൊടുത്തതെന്ന് അറിയില്ല. നിന്നെ ഡീപ്പായിട്ടാണ് സ്നേഹിക്കുന്നത്. നിന്റെ കാര്യത്തിന് വേണ്ടി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവളോട് ക്ലാനിലേക്ക് കൊടുത്ത റീസെന്റ് സ്റ്റേറ്റ്മെന്റ് അത് ഷിയോന് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവളത് ആലോചിക്കണം. നിന്റെ ഹാർട്ട് വേറെ ഷിയോ ക്ലാനിലെ ഒരുത്തനായ ഷിയോന് കൊടുക്കാൻ കഴിയില്ല. ഡൗഡി ബ്ലഡ് ലൈനിൽ പോയതോടെ അതും ഇല്ലാതായി. അവരുടെ ക്ലാനും ഇല്ലാതായി. അവർക്ക് ഗൂക്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യോഗ്യതയില്ല. ഗൂക്ലാനിലെ പ്രിൻസസിന് അവൻ്റെ കൈപിടിച്ച് കൊടുക്കാൻ കഴിയില്ല. നീ പറഞ്ഞ കൊന്നുതരാം. അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് പവർ എടുക്കാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് എൽഡീസിനെ ബോധ്യപ്പെടുത്താനല്ല. പിന്നെ ഷിയോന്റെ സ്ട്രെങ്ത് നിങ്ങൾ കരുതുന്ന പോലെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ വിചാരിക്കണം നിങ്ങൾ എത്ര ഫോളിഷ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഓർത്തിട്ട് ഷിയോൻ ഉറപ്പായും പ്രൂവ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് വരികയാണ്. അവിടെയൊക്കെ എൻജോയ് ചെയ്ത് ഒരു സ്ഥലത്തെത്തി. അവിടെയുള്ള ഒരു ബാരിയർ ഇൻവിറ്റേഷൻ ടോക്കൺ ഉപയോഗിച്ച് മാത്രമേ അതിൻ്റെ അപ്പുറം പോകാൻ കഴിയുള്ളൂ. ഫ്ലൈ ഷിപ്പ് അത് പോകില്ല. അവന് പിന്നെ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ആ ബാരിയർ നോക്കുമ്പോൾ പവർഫുൾ ആയ എനർജി ഒന്ന് അടിക്കുകയാണ്. കൂക്ലാൻ്റെ തന്നെ ആൻസെസ്റ്ററായ ഡൗഡിയിലുള്ള ഒരാൾ ഉണ്ടാക്കിയ ബാരിയറാണ് അത്. ഡൗഡി പവറാണ്. ഏഷ്യൻ്റെ ക്ലാൻ എന്നതിന് യോഗ്യത ഉണ്ട്. അതിനുശേഷം അവരത് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ പോകുന്നു. അങ്ങനെ ഗൂക്ലാൻഡ് അവിടെ ഒരു സ്ഥലത്ത് മറ്റേ ലിൻകുവാൻ അല്ലെങ്കിൽ കമാൻഡർ ലിന് അവിടെ നിൽക്കുകയാണ്. ശിവൻ ആൾക്കാർ വരുന്നതുകൊണ്ട് ഷോക്കായിട്ട് അവർ തടഞ്ഞു. അവർ ചുറ്റുമായിട്ട് വളയുകയാണ്. എന്നിട്ട് അവൻ വന്നിട്ട് ശിവൻ നിനക്ക് ഗൂക്ലാൻഡിലേക്ക് വരെ എന്ത് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് നേരെ പവർ അത് യൂസ് ചെയ്യണം. ലോക്കാക്കാൻ നോക്കി. എന്നാൽ ശിവൻ അത് കൂളായിട്ട് എന്നിട്ട് ഒറ്റച്ചവിട്ട് അതെല്ലാം ഇല്ലാതാക്കി. അവർ തെറിച്ച് പിറകിലോട്ട് പോയി. ഒരു ഗസ്റ്റിനെ ഗൂക്ലാൻ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് അത് കൊടുത്തു. അതുപോലെ ആ പിറകോട്ട് പോവാണ്. ഫാളി സ്റ്റാർ പൗലിനെ ഒരു ചെറിയ പൗലിനെ ഗൂക്ലാൻ ഇൻവിറ്റേഷൻ അയക്കാൻ വേർത്താണോ എന്ന് പറയുമ്പോൾ ശിവൻ എന്നാ ഇത് നടക്കുമെന്നറിയാവുന്നതുപോലെ ഒന്ന് റെഡി. അവരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാൻ വന്നതും ലൈറ്റനിങ് യൂസ് ചെയ്ത് എല്ലാവരെയും ഒറ്റ സെക്കൻഡിൽ അടിച്ചിട്ട് കമാൻഡർ വന്നപ്പോൾ ആ സ്പീറും പിടിച്ച് പഴയ ടെക്നിക്ക് ഒരു മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. അത് മാറിയിട്ട് പിന്നെ കൊടുത്തു. എന്നാൽ ശിവനാണല്ലോ ലൈറ്റനിങ് യൂസ് ചെയ്ത് പിന്നെ മാറിയിട്ട് സോൾ ടെക്നിക്ക് യൂസ് ചെയ്ത് ഒറ്റ അടി. അതിലവൻ്റെ സോളൊന്ന് പുറകോട്ട് പോയിട്ട് കറക്കി എറിയാണ്. അതുകൊണ്ട് നേരെ ഒരു സൈഡിൽ വീണു. അവനും മനസ്സിലായി സോൾ അറ്റാക്കോ എന്നെ പോലെ നല്ല മനസ്സുള്ളവർ റയറാണ്, ഇനി ഒരു ചാൻസ് തരില്ല. അപ്പോഴാണ് അങ്ങോട്ട് നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നത്. അത് കമാൻഡർ 5 ആണ്, 5th കമാൻഡർ. എല്ലാവരും റെസ്പെക്ട്. കമാൻഡർ ലിന് വന്നിട്ട് അന്വേഷണ ഐഡന്റിറ്റിയിൽ വന്നവരാണ്. പിടിക്കാൻ നോക്കിയപ്പോഴാണ് എന്ന് പറയുമ്പോൾ തന്നെ അവനെ പ്രഷർ കൊടുത്തു. ഗൂക്ലാൻഡിലേക്ക് വരണമെങ്കിൽ ആ ബാരിയർ അതിലൂടെ ഇൻവിറ്റേഷൻ ഇല്ലാതെ പറ്റില്ല. ഇവരെങ്കിൽ ഗസ്റ്റ് തന്നെയായിരിക്കും. നീ കാണിച്ച തെറ്റ്. ഗൂക്ലാൻ ചിരിക്കുകയാണ് ചെയ്യുക. ശിവന് വന്നിട്ട് ആ ഫാളി സ്റ്റാർ പൗലിൽ നിന്നാണ് ശിവൻ എന്ന പേര് കേട്ടതും അയാളൊന്ന് ഷോക്കായി. കാരണം ഗൂക്ലാൻഡിൽ ശിവൻ്റെ പേരിലാണല്ലോ പ്രശ്നം നടക്കുന്നത്. അത് പുറത്ത് കാണിക്കാതെ വെൽക്കം ചെയ്യുകയാണ്. ഏൻഷ്യൻ്റ് ഹോളി സിറ്റിയിൽ 3 ദിവസം എൻജോയ് ചെയ്യുക. അപ്പോഴേക്കും ഗൂക്ലാൻഡിലേക്ക് എസ്കോർട്ട് ചെയ്യാൻ ആൾ വരും. ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്ന് കരുതണ്ട, അറിയണം മിസ് പറഞ്ഞതുപോലെ നീ വേർത്താണോ എന്ന് കുത്തി പറയുന്ന പോലെ ശിവന് എപ്പോഴാണ് റെഡി. അവരവിടെ നിന്ന് പോയപ്പോൾ കമാൻഡർ ലിന്നാകട്ടെ ശിവനോടുള്ള മൊത്തം കരുപ്പിൽ നിൽക്കുന്നു. അതിനുശേഷം മറ്റൊരു പ്ലേസിൽ അവിടെ അരീനയിൽ ഫൈറ്റ് നടക്കുന്നു. ബ്ലാക്ക് ഷാഡോ ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്യാൻ അതിൽ അത്ര പെട്ടെന്നൊന്നും ചേരാൻ കഴിയില്ല. ഏജ് ലിമിറ്റ് ഉണ്ട്, അതുപോലെ ലെവലും ഇത്ര ലിമിറ്റ് എന്നൊക്കെ ഉണ്ട്. ഹാർഡായിട്ടുള്ള എക്സാം ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ടൈൻഹും ആ ട്രൂപ്പിൽ 8 കമാൻഡർ, 4 ചീഫ് ഓഫീസേഴ്സ്, 2 ഷാഡോ കുങ്ങ്, എല്ലാവരും ഡൗസൻ ലെവലിൽ റീച്ച് ആയ യങ്ങസ്റ്റ് ആൾക്കാരാണ്. ഇവിടുത്തെ ഗോഡസായ യൂണറിനെ മാരേജ് ചെയ്യാനാണ് ഒട്ടുമിക്ക പേര് നോക്കുക. കാരണം യങ് മാസ്റ്റർ ആകുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ചെയ്യാനുണ്ടാകും. അതുകൊണ്ട് ചിരിച്ചിട്ട് 8 പേര് അവരെ നോക്കേണ്ട കാര്യമില്ല. എന്നാൽ മറ്റ് ചീഫും കിങ്ങിനെ നോക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ യാഹാവോ എന്നൊരുത്തൻ, അതാണോ മിസ് പറഞ്ഞ ഷിയോയിന് അതേന്ന് പറയുകയാണ്. അവൻ്റെ വലിയ സ്കില്ലൊന്നും അല്ല. നമ്മളെ ഷാഡോ ഗ്രൂപ്പിന് ഒരാളെ പോലും അവനെ തോൽപ്പിക്കാൻ കഴിയും. എന്നിട്ട് എന്തുകൊണ്ടാണ് മിസ്സിനെ അവനെ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായില്ല. അതിന് യാഹാവോ ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം. ഇന്ന് കാണിക്കാം. എന്നാൽ 5th കമാൻഡർ നമ്മുടെ ഗസ്റ്റാണ്. അതിന് യാഹാവോ പേടി കണ്ട റോൾ പ്രകാരം മാത്രമേ പോകൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന അവിടെ അരീനയിൽ ഫൈറ്റ് കഴിഞ്ഞ് അടുത്തതായിട്ട് 3rd കമാൻഡർ യാഹാവോ പിൽസ്ബാഗോയുടെ ആൽക്കമിസ്റ്റ് വിന്നറായ ഷിയോനായിട്ടാണ്. അത് കേട്ട് അവനൊന്ന് ഷോക്ക്. യാഹാവോ വന്നിട്ട് നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, എനിക്ക് കുറച്ച് മനസ്സിലാക്കാനാണ്, വാ. അവന് ചെറുതായിട്ട് പുഞ്ചിരിക്കുകയാണ്. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.